ഇറച്ചിക്കോഴി കച്ചവടക്കാർക്ക് നികുതി ഇളവ് നൽകിയെന്ന മാണിക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇറച്ചിക്കോഴി വിൽപ്പനക്കാരായ തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയും ആയുർവേദ മരുന്ന് നിർമ്മാതാക്കളായ ശ്രീധരിയം ഗ്രൂപ്പിന് 50 കോടി രൂപയുടെയും നികുതി ഇളവ് അനുവദിച്ചതിന് മന്ത്രി മാണി കോഴ വാങ്ങിയെന്ന പരാതി നേരത്തെ കോട്ടയം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് പരാതിക്കാരനായ കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് നേതാവ് അഡ്വക്കേറ്റ് നോബൽ മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. പരാതി പരിശോധിക്കാൻ അധികാരമില്ലെന്ന് കണ്ടെത്തിയ കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. കോട്ടയം വിജിലൻസ് കോടതിക്ക് അധികാരമുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ കൂടുതൽ നാണം കെടുമെന്ന് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി കള്ളന് കഞ്ഞിവെച്ചവനാണെന്നും VS അച്യുതാനന്ദൻ പരിഹസിച്ചു. വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന മാണിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരം? ബഡ്ജറ്റ് വിറ്റ് കാശാക്കുക വഴി കേരളത്തിന് ആകെ നാണക്കേടായ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലെന്നാണ് LDF പറയുന്നത്. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ ഇപ്പോഴത്തേക്കാൾ നാണം കെട്ട അവസ്ഥയായിരിക്കും മാണിക്കുണ്ടാവുക. അത്രയുമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വിജിലൻസ് കേസ് ബാർക്കോഴ കേസിൽ KM മാണിക്ക് ക്ലീൻ ചീറ്റ് നൽകണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് നേതാക്കൾ സമീപിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ചന്ദ്രബോസ് കൊലക്കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ലഭിച്ചിട്ടില്ല. അല്ല, മാധ്യമത്തിൽ വന്ന വാർത്തകളാണ്. കേസ് അന്വേഷണം അതിൻ്റേതായ നിയമപരമായ നിലയിൽ മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും ഈ കേസിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസ് അന്വേഷിക്കുന്നു. വിജിലൻസ് സത്യസന്ധവും നീതിപൂർവമായ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. KPCC സമാന്തര ഭരണഘടനാ സ്ഥാപനമെന്ന കോടതി പരാമർശം കോടതിയുടെ അധികാര പദവിയുടെ അതിരുവിട്ടെന്ന് VM സുധീരന്റെ വിമർശനം. സാമാന്യ നീതി കോടതി നൽകിയില്ല. അതേസമയം കോടതിക്കെതിരെ കടുത്ത പ്രതികരണം വേണ്ടെന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ബാർ ലൈസൻസിന് അനുമതി നൽകരുതെന്ന KPCC അധ്യക്ഷന്റെ സർക്കുലറിനെതിരെ ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു. സർക്കുലർ ഭരണഘടനാ ബാഹ്യമായ ഇടപെടലാണെന്ന കോടതി വിമർശനത്തോടാണ് സുധീരൻ പ്രതികരിച്ചത്. കോടതി പരാമർശം അധികാരപരിധിയുടെ അതിരുവിടുന്നു. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലാണ് ജനപ്രതിനിധികൾക്ക് മാർഗനിർദ്ദേശം നൽകിയത്. തുടർ നടപടികൾ നിയമവിദഗ്ധരോട് ആലോചിച്ച് സ്വീകരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പാർട്ടിക്കുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതുണ്ട്. അതേസമയം സുധീരൻ അനുകൂലികളും മാത്രമാണ് KPCCക്കെതിരായ കോടതി പരാമർശത്തിനെതിരെ രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. ബാർ ലൈസൻസിന്റെ കാര്യത്തിൽ സുധീരനും സർക്കാരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസം കോടതി പരാമർശത്തോടുള്ള നിലപാടിന്റെ കാര്യത്തിലും തുടരുകയാണെന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കേസിലെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ സുധീരന് മുഖ്യമന്ത്രിയുടെ പിന്തുണ. കോടതി സുധീരന്റെ അഭിപ്രായം കൂടി കേൾക്കണമായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. കോടതിയുടെ പരാമർശത്തെ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അങ്ങനെയൊരു പരാമർശനം നടത്തുന്നതിന് മുമ്പ് സുധീരൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാകുന്നതായിരുന്നു കൂടുതൽ മെച്ചം. വിഴിഞ്ഞം പദ്ധതിക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി അടുത്ത 9-ന് മുംബൈയിൽ ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കബോട്ടാഷ് നിയമം ഇളവ് ചെയ്യുന്നത് പരിഗണിക്കാമെന്ന് നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആറന്മുള വിമാനത്താവളത്തിനുള്ള അനുമതി പിൻവലിക്കില്ലെന്നും കേന്ദ്രം അനുമതി നൽകിയാൽ വിമാനത്താവളം പണിയാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഭ്യന്തര ചരക്ക് നീക്കത്തിന് ഇന്ത്യൻ കപ്പലുകളെ തന്നെ ആശ്രയിക്കണമെന്ന കബോട്ടാഷ് നിയമത്തിൽ ഇളവ് നൽകാമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായി ഷിപ്പിംഗ് മന്ത്രാലയം പ്രതികരിക്കുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി ഉമ്മൻചാണ്ടിക്ക് ഉറപ്പ് നൽകി. അപ്പോൾ ഇന്ന് മിസ്റ്റർ നിതിൻ ഗഡ്കരിയെ കണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് കിട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആ മിനിസ്ട്രിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വളരെ പോസിറ്റീവായിരുന്നു. കൊച്ചി മെട്രോയുടെ കോച്ച് നിർമ്മാണം ഈ മാസം 21-ന് ആരംഭിക്കും.
ആന്ധ്രയിലെ ഫാക്ടറിയിലാണ് കോച്ച് നിർമ്മിക്കുക. അതേസമയം ആറന്മുള വിമാനത്താവളം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പതിവ് രീതിയിൽ അവിടെയും ഇവിടെയും തൊടാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോടതിയുടെ വിമർശനം കേട്ട പദ്ധതി ഇനി നടപ്പിലാക്കുമോ എന്ന ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയായിരുന്നു: പദ്ധതിക്ക് നിലവിൽ സംസ്ഥാന അനുമതിയില്ല. I don't want to comment on that. I am told that at present there is no permission. Then there is no question of state government to interfere. കേരളത്തിന്റെ അനുമതി നിലനിൽക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യും. ഉത്തരം മുട്ടിയതോടെ ഇങ്ങനെയായി ഉമ്മൻചാണ്ടി. ഇനിയിപ്പോൾ അത് മാത്രമല്ല, വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു ദിവസത്തെ സന്ദർശനത്തിന് ദില്ലിയിലെത്തിയ ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. പാർലമെന്റ് തിരക്കിലായതിനാലും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റാൻ പറ്റാത്തതിനാലും അനുമതി നൽകാനാകില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധിക്കെതിരെ KSUവിന്റെ പ്രമേയം. രാഹുൽ ഗാന്ധിയുടെ ഒളിവ് ജീവിതം മൂലം പാർട്ടി പ്രവർത്തകർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണെന്നും പാർട്ടി MPമാർ പാർലമെന്റിൽ അനാഥരായെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. KSU കൊച്ചിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷനെതിരെ തന്നെ ശക്തമായ വിമർശനങ്ങളുമായി പ്രമേയം അവതരിപ്പിച്ചത്. എറണാകുളം മഹാരാജാസ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രമേയം. പാർട്ടിയെ മുൻനിരയിൽ നിന്ന് നയിക്കേണ്ടയാൾ നിർണായക സമയത്താണ് ഒളിവിൽ പോയത്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർട്ടി MPമാർ അനാഥരായ സ്ഥിതിയാണ്. നിങ്ങളുടെ നേതാവ് എവിടെയെന്ന മറ്റു പാർട്ടി പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. നേതാവിന്റെ ഒളിവ് ജീവിതം എന്തിനെന്ന് വിശദീകരിക്കാൻ പോലും മറ്റു നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഒളിവ് ജീവിതം മൂലം പത്രങ്ങളിൽ രാഹുൽ ഗാന്ധി കാർട്ടൂൺ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് പാർട്ടി പ്രവർത്തകരാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊള്ളാൻ മാതൃസംഘടന തയ്യാറാകണം. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംഭവങ്ങൾ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും KSU വ്യക്തമാക്കുന്നു. ഏതു കുറ്റിച്ചൂലും സ്ഥാനാർത്ഥിയായാൽ ജനം വോട്ട് ചെയ്യുമെന്ന ധാരണ മാറണമെന്ന AK ആന്റണിയുടെ പ്രസ്താവനയെ KSU സ്വാഗതം ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒളിവ് ജീവിതത്തെ അപലപിച്ച് കോൺഗ്രസിനകത്തു തന്നെ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും അത് പരസ്യ പ്രമേയമായി ഉയർത്തുന്നത് KSU ആണ്. മുതിർന്ന നേതാക്കൾ പക്ഷേ പ്രമേയത്തോട് പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. എഞ്ചിനീയറിംഗ് അധ്യാപകരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ രഹസ്യ നീക്കം. വിഷയം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കും. വിരമിക്കൽ പ്രായം 56-ൽ നിന്ന് 60-ആയി ഉയർത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിക്കേണ്ടിയിരുന്നു. എന്നാൽ വിവാദം ഭയന്ന് മാറ്റിവെക്കുകയായിരുന്നു. അധ്യാപക ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് ഈ രഹസ്യ നീക്കം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അധ്യാപകരുടെ വിരമിക്കൽ പ്രായം 56-ൽ നിന്നും 60-ആയി ഉയർത്താനാണ് രഹസ്യ നീക്കം നടക്കുന്നത്. ഇക്കാര്യം നാളെ നടക്കുന്ന മന്ത്രിസഭായോഗം പരിഗണിക്കും. പെൻഷൻ പ്രായം ഉയർത്തുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം പരിഗണിക്കാനിരുന്നെങ്കിലും വിഷയം വിവാദമായതിനെ തുടർന്ന് പിന്നീട് ഫയൽ മാറ്റിവെക്കുകയായിരുന്നു. പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ 2015-16 അധ്യയന വർഷത്തിൽ എഞ്ചിനീയറിംഗ് അധ്യാപകരുടെ കൂട്ടവിരമിക്കലാവും നടക്കുകയെന്നും ഇത് കോളേജുകളിൽ അധ്യാപക ക്ഷാമത്തിന് കാരണമാവുമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ഫയൽ വീണ്ടും മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തുന്നത്. സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായി ആകെ 1300ഓളം അധ്യാപകരുള്ളതിൽ 2015-ൽ 20 പേരും 2016-ൽ 21 പേരുമാണ് വിരമിക്കാനിരിക്കുന്നത്. എന്നാൽ ഇതിനെ കൂട്ടവിരമിക്കലായി ചിത്രീകരിച്ച് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനാണ് രഹസ്യ നീക്കം. എഞ്ചിനീയറിംഗ് അധ്യാപക തസ്തികകളിലേക്കുള്ള PSC റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടി നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തിരിക്കുന്നത്. ഇതിനിടെയാണ് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുന്നത്. 3 മാസം മുമ്പ് മന്ത്രിസഭായോഗം സമാന വിഷയം പരിഗണിച്ചിരുന്നെങ്കിലും ധനവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്നാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ധനവകുപ്പ് സെക്രട്ടറി KM എബ്രഹാമിന്റെ ഇടപെടലിനെ തുടർന്നാണ് വിഷയം വീണ്ടും മന്ത്രിസഭ പരിഗണിക്കുന്നതെന്നാണ് വിവരം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. നിർമ്മാണ മേഖലയിലെ സ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. നിർമ്മാണ മേഖലയാകെ സ്തംഭനത്തിലായിട്ടും സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണം വൻകിട ക്വാറി ഉടമസ്ഥർ മാത്രമാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത്. ചെറുകിട ക്വാറികളെല്ലാം സ്തംഭനത്തിൽ തന്നെയാണ്. സർക്കാരിന്റെ നിസ്സംഗത നിലപാടിനെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നു. നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. സഭയിലെ പ്രതിഷേധത്തിൽ താൻ മുന്നിലില്ലെങ്കിലും പിന്നണിയിലാവില്ല എന്നാണ് VS തിരുവനന്തപുരത്ത് പറഞ്ഞത്.
പ്രത്യേക പരിഗണന വേണമെങ്കിൽ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ശിവസേന. പാർട്ടി പത്രമായ സാമ്നയിൽ എഴുതിയ ലേഖനത്തിലാണ് ശിവസേന ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധിച്ച് നിയമം കൊണ്ടുവന്നു. മഹാരാഷ്ട്ര മൃഗസംരക്ഷണ നിയമം അനുസരിച്ചാണ് നിരോധനം. തൃശൂർ പാവറട്ടിയിലെ CPM പ്രവർത്തകനായിരുന്ന ഷിഹാബിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പാവറട്ടി പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. പാവറട്ടിയിലെ CPIM പ്രവർത്തകനായിരുന്ന ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിനുണ്ട്. പാവറട്ടി മുല്ലശ്ശേരി സ്വദേശികളായ 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്നും അക്രമി സംഘം ഉപയോഗിച്ച കാറിനെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിലാണ് ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പാവറട്ടി പോലീസിനോട് കേസ് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ടത്. കൊലപാതകം നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും പ്രതികളായ RSSുകാരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്താൻ RSS BJP സംഘങ്ങൾക്ക് ധൈര്യം പകരുന്നത് സർക്കാർ ഒത്താശയും പോലീസ് നിഷ്ക്രിയവും ആയതുകൊണ്ടാണെന്ന് CPIM ആരോപിക്കുന്നു. ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ IPS ഉദ്യോഗസ്ഥന്മാർ RSSനെ സഹായിക്കുന്ന നിലപാട് ജില്ലയിൽ സ്വീകരിക്കുന്നുണ്ട്. ജില്ലയിലെ പോലീസ് മേധാവി പരസ്യമായി ഇവർക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ്. ഇത്തരം അക്രമികളുടെ പേരിലെടുത്ത കേസുകളൊക്കെ നിസ്സാരവൽക്കരിക്കാനും അക്രമത്തിന് ഇരയാകുന്ന ആളുകളെ പ്രതി ചേർത്ത് കേസെടുക്കാനുമാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. 1 വർഷം മുമ്പ് ബ്രഹ്മകുളത്തെ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSSുകാരിൽ ഒരാളെ പോലും ഇനിയും പോലീസിന് പിടികൂടാനാവാത്തത് പോലീസിന്റെ ഒത്തുകളിക്ക് ഉദാഹരണമാണെന്നും CPIM കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP പ്രവർത്തകനെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം. കാപ്പ കേസ് ചുമത്തിയ BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് സംഭവം. ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ബാബു, സുരേഷ് എന്നിവരെയാണ് ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.